മൈക്രോഗ്രീൻസിൻ്റെ ഇലകൾ അരച്ച് ചേർത്ത് തയ്യാറാക്കിയ ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. മൈക്രോഗ്രീൻസ് എങ്ങനെ വളർത്താമെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പിഴുതെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ വേര് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് മിക്സി ജാറിലേക്ക് എടുക്കാം. 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരൽപ്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കാം. ആവശ്യമായ ഗോതമ്പ് പൊടി എടുത്തിട്ട് ഉപ്പും 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അരച്ച അരപ്പില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് സുഷിൽ ചപ്പാത്തിക്ക് പോലെ കുഴയ്ക്കാം. ഇലക്കറികളേക്കാൾ പല മടങ്ങ് പോഷക ഗുണങ്ങൾ ഉള്ളതാണ് മൈക്രോഗ്രീൻസ്. ഇത് വളരെ ചെറിയ ഇല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് വരയ്ക്കും ഇത് അരച്ചു കൊടുക്കാം. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും മൈക്രോഗ്രീൻസ് സഹായിക്കും. ഒരല്പം പോലും മണ്ണ് വേണ്ട എന്നുള്ളതുകൊണ്ട് വീട്ടിനുള്ളിൽ തന്നെ വളരെ എളുപ്പത്തിൽ വളർത്താവുന്നതാണ് മൈക്രോഗ്രീൻസ്.